ബുർഖ ധരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഒരു മതാചാരമായി മാറിയിരിക്കുകയാണ്. എന്നാൽ മതവുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് മുസ്ലിം പണ്ഡിതർ, വിവരമുള്ള മുസ്ലിം പണ്ഡിതരൊക്കെ പറയുന്നത്. ഇത് നിർബന്ധമായിട്ടുള്ള ഒരു ആക്ട് അല്ല എന്നുള്ളതാണ്, ബുർഖയും ഹിജാബും എന്നുള്ളതാണ് മുസ്ലിം മത പണ്ഡിതർ പലപ്പോഴും പറയുന്നത്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ ഈ ഹിജാബ് വിഷയം കർണാടകയിൽ വന്നപ്പോൾ ഉയർന്നു വന്നൊരു വാദമാണ്, സിഖുകാർക്ക് തലപ്പാവ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുർഖ ധരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾക്ക് പറ്റാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ കോടതി തന്നെ പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്റ്റാണ്, അതായത് അവരുടെ ഒരു മത നിയമമാണ്. എന്നാൽ നിങ്ങളുടെ മതത്തിൽ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് എന്ന് എവിടെയാണ് പറയുന്നത് എന്നുള്ളത് ആ മതത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കോടതി ചോദിച്ച ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് സിഖുകാർക്ക് ഈ തലപ്പാവ് ധരിച്ചുകൊണ്ട് ഹെൽമറ്റ് പോലും വയ്ക്കാതെ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ബുർഖയ്ക്ക് ഒരു മുസ്ലിം രാജ്യം പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ജനസംഖ്യയുടെ 75% പേരും ഇവിടെ മുസ്ലിങ്ങളാണ്. ഇത് സൗദി അറേബ്യ അല്ല, പാകിസ്ഥാൻ അല്ല, ബംഗ്ലാദേശ് അല്ല, അഫ്ഗാനിസ്ഥാൻ അല്ല ഈ രാജ്യം എന്നുള്ളതാണ്. എന്തായാലും ആ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ലോകത്ത് 70%-ലധികം ജനസംഖ്യയും ഇസ്ലാം മതം പിന്തുടരുന്ന ഒരു രാജ്യവുമുണ്ട് എന്നുള്ളതാണ്. ആ രാജ്യത്തെ പ്രസിഡന്റ് മുസ്ലിമാണ്. എന്നിട്ടും സ്ത്രീകൾ മുഖം മറയ്ക്കുന്നത് നിരോധിക്കാൻ അവർ ഉത്തരവിട്ടിട്ടില്ല. ഇന്ത്യയുടെ പ്രധാന അയൽക്കാരിലൊന്നായ കസാക്കിസ്ഥാനാണിത്. പൊതുസ്ഥലങ്ങളിൽ മൂടുപടം ഉൾപ്പെടെ എല്ലാവരും മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളും നിരോധിക്കുന്ന ഒരു സുപ്രധാന നിയമം ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. രാജ്യത്ത് മത തീവ്രവാദവും സുരക്ഷാ ആശങ്കകളും വർദ്ധിച്ചു വരുന്ന സമയത്താണ് കസാക്കിസ്ഥാൻ പാർലമെന്റിന്റെ ഈ ഒരു പുരോഗമനാത്മകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നടപടി വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബില്ല് ഇപ്പോൾ അന്തിമ അംഗീകാരത്തിനായി കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാർട്ട് ടോക്കയേവിന് അയച്ചിട്ടുണ്ട്. കസാക്കിസ്ഥാനിലെ ജനസംഖ്യയുടെ 70%-ലധികം പേരും മുസ്ലിങ്ങളാണെങ്കിലും രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനം മതേതരമാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രസിഡന്റ് ടോക്കയേവ് തന്നെ ഇസ്ലാം പിന്തുടരുകയും അനുബന്ധ വിശ്വാസങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം മക്കയിൽ ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്ത്രീകൾ മുഖം മൂടുന്ന ഏതൊരു തുണിയും വ്യക്തികളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് അധികൃതരെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മുഖം മൂടിക്കൊണ്ട് സ്ത്രീയാണോ പുരുഷനാണോ തിരിച്ചറിയാനുള്ള ഒരു മാർഗമില്ല. ഇത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് രാജ്യത്തെ പൊതു സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ബുർഖ നിരോധിച്ചിരിക്കുന്നത്. മെഡിക്കൽ കാരണങ്ങൾ, കാലാവസ്ഥ, ജോലി സ്ഥലത്തെ ആവശ്യകതകൾ, സാംസ്കാരിക പരിപാടികൾ അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് എന്നിവയ്ക്കായി ഒരാൾ മുഖം മറയ്ക്കുകയാണെങ്കിൽ അവരെ ഈ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഈ ബില്ല് പറയുന്നുണ്ട്. ഈ ബില്ലിന്റെ പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങൾ: മതേതര നയങ്ങളും പരമ്പരാഗത സാംസ്കാരിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായി രാജ്യത്തിന്റെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനാണ് ഈ നടപടി സ്വീകരിച്ചത് എന്ന് സർക്കാർ പറയുന്നു. ഇസ്ലാമിൽ നിഖാബും മുഖം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രങ്ങളും നിർബന്ധമല്ല എന്ന് പറയുന്നുണ്ട്. ഈ ആചാരങ്ങൾ പലപ്പോഴും വിദേശമത സ്വാധീനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളല്ല എന്നുള്ളതാണ്. എന്തായാലും നിഖാബിനെ കുറിച്ച് പ്രസിഡന്റ് ടോക്കയേവ് പറയുന്നത് എന്താണ്? 2024 പ്രസിഡന്റ് ടോക്കയേവ് പറഞ്ഞത് നിഖാബ് കാലഹരണപ്പെട്ടതും പ്രകൃതി വിരുദ്ധവുമായ ഒരു വസ്ത്രമാണെന്നാണ്. പുതുതായി ഉയർന്നു വന്ന തീവ്രവാദികൾ രാജ്യത്തെ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണെന്നും അദ്ദേഹം പറയുന്നു. കസാക്കിസ്ഥാന്റെ പരമ്പരാഗത സംസ്ഥാനത്തിന് വിരുദ്ധമാണിതെന്ന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചു. സമീപ വർഷങ്ങളിൽ നിഖാബ് ധരിച്ച് ശരീരം മുഴുവൻ കറുത്ത വസ്ത്രം ധരിച്ച് കസാക്കിസ്ഥാന്റെ തെരുവുകളിലൂടെ നടക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. രാജ്യത്തിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്ന മതപ്രവണതകളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത്. കസാക്കിസ്ഥാൻ എപ്പോഴും ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾക്കെതിരാണ്. 2017 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കുന്നതിന് കസാക്കിസ്ഥാൻ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. 2023 സ്കൂളുകളുടെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ഈ നിരോധനം നീട്ടിയിരുന്നു. അക്കാലത്ത് ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് പ്രസിഡന്റ് ടോക്കിയോ പറഞ്ഞിരുന്നു. അവിടെ മതപരമായിട്ടുള്ള വസ്ത്രധാരണം പാടില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിനാണ് അവിടെ വരുന്നത്, അല്ലാതെ മതപരമായിട്ടുള്ള ആചാരത്തിനല്ല അവിടെ വരുന്നത് എന്നാണ് കസാക്കിസ്ഥാന്റെ ഭരണാധികാരിയായിട്ടുള്ള ടോക്കിയോവിൻ്റെ വാദം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.